ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് 14ാമത്തെ പേജിലെ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതിന് മുമ്പുള്ള പേജിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. കോമ്പൗണ്ടിന് സ്ട്രക്ചർ തന്നിട്ടുണ്ട്, IUPAC നെയിം എഴുതുക, അതുപോലെ പേര് തന്നിട്ടുണ്ട്, സ്ട്രക്ചർ എഴുതുക. ഇതിലായത് CH2 CH CH2 CH CH2 CH3 രണ്ട് ബ്രാഞ്ചുമുണ്ട്. ഇവിടെ നോക്കേണ്ടത് 1 2 3 4 5 6 എണ്ണമുള്ളത്. അപ്പോൾ നമുക്ക് ഹെക്സൈൻ ആണെന്ന് ഉറപ്പിക്കാം. ഇനി രണ്ട് ബ്രാഞ്ചുണ്ട്. ബ്രാഞ്ചിന് എങ്ങനെ പേര് കൊടുക്കണം, ഏത് പൊസിഷൻ എങ്ങനെ കൊടുക്കണം? ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണുവാണെങ്കിൽ 1 2 3, ഇവിടെ രണ്ടാം സ്ഥാനത്ത് ഒരു ബ്രാഞ്ച്, 2 3 4, നാലാമത്തെ സ്ഥാനത്ത് ഒരു ബ്രാഞ്ച്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുവാണെങ്കിൽ 1 2 3, മൂന്നാം സ്ഥാനത്ത് ഒരു ബ്രാഞ്ചും 4 5ാം സ്ഥാനത്ത് ഒരു ബ്രാഞ്ചും ആണുള്ളത്. അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണിയാൽ അവിടെ ബ്രാഞ്ചിൻ്റെ എണ്ണം കൂട്ടുമ്പോൾ വലിയ സംഖ്യയാവും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് എണ്ണം കൊടുക്കാം 1. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു മീഥേൻ കിടപ്പുണ്ട്, അതുപോലെ നാലാമത്തെ സ്ഥാനത്തും ഒരു മീഥേനുണ്ട്. അപ്പോൾ 2 4 6 ടോട്ടൽ സംഖ്യ. ഇവിടെ നിന്ന് റൈറ്റ് ടു ലെഫ്റ്റ് എണ്ണിയാൽ അതിലും കൂടുതൽ വരും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്പർ കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഇനി വേണ്ടത് ഇതിൻ്റെ ബ്രാഞ്ച് എഴുതണം. അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഒരു മീഥേൻ ഉണ്ട്, അതുപോലെ നാലാമത്തെ സ്ഥാനത്തും ഒരു മീഥേൻ ഉണ്ട്. അപ്പോൾ പേരെഴുതുമ്പോൾ ആദ്യം സ്ഥാനസംഖ്യ 2 2 4 5 2. ഇപ്പോൾ രണ്ട് ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ ഡൈ മീഥൈൽ. പിന്നെയുള്ളത് 6 എണ്ണമാണുള്ളത്, അപ്പം ഹെക്സ് ആണ്. 2 4 ഡൈ മീഥൈൽ ഹെക്സ്. ഇനി വേണ്ടത് ഇത് സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ എയിനാണ്. അപ്പോൾ ANE. ഇതിൻ്റെ പേര് 2 4 ഡൈ മീഥൈൽ ഹെക്സൈൻ. അപ്പോൾ ഇതിൻ്റെ പേര് 2 4 ഡൈ മീഥൈൽ ഹെക്സൈൻ എന്ന് കിട്ടി. ഇനി വേണ്ടത് 2 2 3 ട്രൈ മീഥൈൽ പെൻറ്റൈൻ. 2 2 3 ട്രൈ മീഥൈൽ പെൻറ്റൈൻ. അപ്പോൾ നമുക്ക് ആദ്യം പെൻറ്റൈൻ വേണം. അപ്പോൾ 5 കാർബൺ. ഇവിടെ CA കൊടുക്കുന്നത് കാരണം രണ്ട് ബ്രാഞ്ച് ഇവിടെ കൊടുക്കും. CH കൊടുത്തു കാരണം ഇവിടെ മൂന്നാം സ്ഥാനത്ത് ഒരു ബ്രാഞ്ച് കൊണ്ട് വരും. CH2 1 2 3 4 5 പെൻറ്റൈനായി. ഇവിടെ ഒരു ബ്രാഞ്ച് വേണം, ഇവിടെ ഒരു മീഥൈൽ വേണം. CH3, ഇവിടെയും ഒരു CH3, ഇവിടെ ഒരു CH3. രണ്ടാമത്തെ സ്ഥാനത്ത് രണ്ട് ബ്രാഞ്ച് 2 2 ആയി. ഇനി മൂന്നാമത്തെ സ്ഥാനത്ത് ഒരു മീഥൈൻ ഉണ്ട്, 1 2 3 4 5, അപ്പോൾ പെൻറ്റൈനാണ്. ഇനി വേണ്ടത് ഹൈഡ്രജൻ ആറ്റങ്ങളൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ഉള്ളത് CH എന്ന് എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു C, ഈ കാർബണുമായിട്ട് മാത്രമേ ബോണ്ടുള്ളൂ. അവിടെ വേണ്ടത് നമുക്ക് മൊത്തം 4 ഹൈഡ്രജൻ വേണം. അപ്പോൾ ഇവിടെ ഒരു കാർബണുമായിട്ട് ഒരു ബോണ്ടുണ്ട്, അതുകൊണ്ട് ബാക്കി 3 എണ്ണം മതി. അപ്പോൾ CH3. ഈ സിയിൽ 4 സ്ഥാനത്തേക്കും ബ്രാഞ്ച് ഉണ്ട്, അപ്പോൾ C മാത്രം മതി. ഇവിടെ ഹൈഡ്രജൻ ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ഹൈഡ്രജൻ എണ്ണം കൊടുക്കണ്ട. പിന്നെ ഇവിടെ CH 1 2 3 സ്ഥാനത്തേക്ക് ബോണ്ട് കിടപ്പുണ്ട്, അതുകൊണ്ട് CH ഒരു ഹൈഡ്രജൻ മതി. CH ഇവിടെ 2 സ്ഥാനത്തേക്ക് ഹൈഡ്രജൻ കാർബൺ ബോണ്ട് ഉണ്ട്, പിന്നെയുള്ള CH2. ഇവിടെ ഇതിൽ ഒരു സ്ഥാനത്തേക്കുള്ള, അപ്പോൾ CH3. അപ്പോൾ CH3 C ഉള്ളും താഴെയും CH3 ബ്രാഞ്ച് കൊടുത്തു. ഇവിടെ CH3 ബ്രാഞ്ച് കൊടുത്തു. CH2 CH3, അതായത് 2 2 3 ട്രൈ മീഥൈൽ പെൻറ്റൈൻ. ഇനി അടുത്തത് 3 3 ഡൈ ഈഥൈൽ ഹെക്സൈൻ ആണ്. അപ്പോൾ മൂന്നും സ്ഥാനത്ത്, മൂന്നാമത്തെ സ്ഥാനത്ത് 2 ഈഥൈൽ വരണം, പിന്നെ ഹെക്സൈൻ ആയിരിക്കണം. 3 3 ഡൈ ഈഥൈൽ ഹെക്സൈൻ. ഇവിടെ സ്ഥലം കുറവായതിൻ്റെ മുകളിലത്തെ മായ്ച്ചത്. അപ്പോൾ ഹെക്സൈൻ CH എഴുതി. മൂന്നാമത്തെ സ്ഥാനത്ത് 2 ബ്രാഞ്ച് വരണം, അതുകൊണ്ട് C മാത്രം എഴുതും. CH2 CH3 1 2 3 4 5 6 ആയി. അപ്പോൾ ഹെക്സൈനായി. ഇനി ഇവിടെ നമുക്ക് 2 ബ്രാഞ്ച് പോകണം. ഇവിടെ ഈഥൈലാണ് വേണ്ടത്. CH2
CH3. ഇവിടെയും CH2 1 2 3 ഇങ്ങനെ എണ്ണിയാലും അവിടെ കുഴപ്പമില്ല. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പം ബ്രാഞ്ച് നമുക്ക് വളച്ചെണ്ണത്തിൽ എന്ന് നോക്കാം. വളച്ചെണ്ണയാൽ ഇവിടുന്ന് 1 2 3 4 5 6 എന്ന് എണ്ണിയാൽ ഹെക്സൈനാണ്. 1 2 3 4 5 6 ഇങ്ങനെ എണ്ണിയാൽ ഹെക്സൈനാണ്. അപ്പോൾ ഇത് ബ്രാഞ്ചായിട്ട് വരുന്നുള്ളൂ. 1 2 3 4 5 6. അപ്പോൾ എങ്ങനെ ലോങ്സ്റ്റ് ചെയിൻ എങ്ങനെ കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. നമുക്കിവിടെ മൂന്നാമത്തെ പൊസിഷൻ ഇവിടെ നിന്നാണ് 1 2 3 ഇവിടെ നിന്നെയാലും 1 2 3 4. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. 1 2 3 രണ്ട് സ്ഥലത്ത് ബ്രാഞ്ച് വന്നു. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ കറക്റ്റായിട്ട് എണ്ണം കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ. അപ്പോൾ CH3 വേണം. ഇനി ഇവിടെ ഇങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന്. അപ്പോൾ CH2. CH3 CH2 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 CH3 ഇത് കറക്റ്റായി. ഇനി ചെക്ക് ചെയ്യുക മൂന്നാമത്തെ പൊസിഷനിൽ ഇങ്ങോട്ടാണ് എണ്ണുക. 1 2 ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ അവിടെ CH2 CH3 CH2 CH3 ഒരു ബ്രാഞ്ച് വന്നു. അപ്പോൾ 3 3 രണ്ട് ബ്രാഞ്ച്. അപ്പോൾ ഡൈ 3 3 ഡൈ E. ഇനി അടുത്തത് ഇതിന് പേര് കൊടുക്കുക. 1 2 3 4 എന്ന് പേര് കൊടുക്കാം. പക്ഷെ അത് കറക്റ്റ് അല്ല. 1 2 3 4 ഇങ്ങനെയും പേര് കൊടുക്കാം. പക്ഷേ ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3. അപ്പോൾ ഇത് ബ്യൂട്ടൈൻ അല്ല പെൻറ്റൈൻ ആവും. 1 2 3. അപ്പോൾ ഇങ്ങോട്ട് എണ്ണിയാലും ഈ മൂന്നാമത്തെ സ്ഥാനത്ത് തന്നെയാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എണ്ണുന്നു 1 2 3 4 5 ഇങ്ങനെ പൊസിഷൻ കൊടുക്കും. അപ്പോൾ ഈ മൂന്നാമത്തെ സ്ഥാനത്ത് ഇവിടെ ഒരു മീഥൈൻ ഉണ്ട്. അത് ഫിഗർ കാണുമ്പോൾ ഈ നേരെ കിടക്കുന്ന 1 2 3 4 എന്നെണ്ണരുത്. പെട്ടെന്ന് ഇത് എഴുതുമ്പോൾ 2 ഈഥൈൽ 2 മീഥൈൽ ബ്യൂട്ടൈൻ എന്നെഴുതാൻ തോന്നും. 1 2 3 4 എഴുതും. ഇവിടെ ഈഥൈൽ ഇവിടെ മീഥൈൻ ആണെന്ന് തോന്നും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ലോങ്സ്റ്റ് ചെയിൻ വേണം സെലക്ട് ചെയ്യാൻ. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ആ 4 എണ്ണത്തിനേക്കാളും കൂടുതൽ 5 എണ്ണമുള്ള ഒരു ചെയിൻ ഇവിടെ കിടപ്പുണ്ട്. 1 2 3 1 2 3 മൂന്നാമത്തെ സ്ഥാനത്ത് ഇവിടെ ഒരു മീഥൈനുണ്ട്, ഇവിടെ ഒരു മീഥൈനുണ്ട്. ഇതിൻ്റെ പേര് എഴുതുമ്പോൾ 3 3 -2 രണ്ട് ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഡൈ മീഥൈലാണ്. മീഥൈൽ പെൻറ്റൈൻ. പെൻറ്റ് സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് എയിൻ. ഇതിൻ്റെ പേര് 3 3 ഡൈ മീഥൈൽ പെൻറ്റൈൻ.